പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിനം അതിജീവനത്തിൻ്റെ വചനം ഏലിയായിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവെ, ഏലിയ ക്ഷീണിതനായി മരത്തിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ചുട്ടെടുത്ത അപ്പവും വെള്ളവും അവന് നൽകിക്കൊണ്ട് അവനോട് ദീർഘയാത്ര ചെയ്യാനായിട്ടുണ്ട്, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് 2 പ്രാവശ്യം ഭക്ഷണം കൊടുത്തുകൊണ്ട് ദൂതൻ അരുൾ ചെയ്യുന്നു. ഏലിയ ഭക്ഷിച്ചു ശക്തനായിത്തീരും. കർത്താവ് പറയുക, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഈ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. മറ്റാരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ജീവൻ്റെ അപ്പമാണ്. കർത്താവെ, ഇന്നത്തെ വചനത്തിലൂടെ നീ ജീവൻ്റെ അപ്പമാണെന്നും ഈ അപ്പം പക്ഷി നിത്യം ജീവിക്കുമെന്ന് ഞങ്ങളറിയും. ദിവ്യകാരുണ്യത്തിൻ്റെ എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല, അനുദിനവും നീ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ ശരീരവും ഒപ്പവുമായിട്ട് മാറുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ നിറവ് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഓരോ ബലിയിലും ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നീ ഗോതമ്പപ്പം നിൻ്റെ ശരീരമാക്കിയും മുന്തിരിച്ചാറ് നിൻ്റെ രക്തമാക്കിയും മാറ്റും. ഇതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഞാനറിയും. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും അനുഭവിച്ചറിയും ഞങ്ങൾ പലപ്പോഴും അയോഗ്യതയോടുകൂടി ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ അവസരങ്ങളെല്ലാം ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് കൂടുതൽ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ നിറവ് ലഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിനത്തെ സമ്പൂർണ്ണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹവും ചൈതന്യവും എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീയാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ സംസാരങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ജീവിതചര്യകൾ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആയിത്തീരുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഈശോയെ, ഈ ദിവസത്തിൻ്റെ സമാപന ദിവസത്തെ ഇതാ സമ്പൂർണ്ണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കും. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തലപാടനകളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.